വെൽക്കം ബാക്ക് ടു ലൈഫ്ലൈൻ PSC. VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ലൈഫ്ലൈൻ PSCയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനം. കേരളത്തിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വനം ചോലവനങ്ങൾ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം 15ാം സ്ഥാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല വയനാട്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം വിയ്യാപുരം ഹരിപ്പാട്. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ. കമ്മട്ടം കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. ദേവിയാർ കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1887. കേരള വനനിയമം നിലവിൽ വന്ന വർഷം 1961. കേരള വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. കേരളം വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം 36. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പീച്ചി, തൃശ്ശൂർ ജില്ലയിൽ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വഴുതക്കാട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ റിസർവ് വനം മേഖല കോന്നി, പത്തനംതിട്ട 1888. കേരളത്തിൽ വനവിസ്തൃതി കൂടിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി, പത്തനംതിട്ട. വനവിസ്തൃതി കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷൻ ആറളം, കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കണ്ടലിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടൻ. കണ്ടൽക്കാട് മുഴുവൻ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. പിച്ചാവാരം കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.